ഇപ്പോൾ വാർത്തകളിൽ നിറയുന്ന ഒരു താരമാണ് രേഖ രതീഷ്. കഴിഞ്ഞ ആഴ്ച അവരുടെ 5ാം വിവാഹമാണ് ആ നടനുമായി എന്നൊക്കെ പറഞ്ഞ് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും കാർഡ് ഇറക്കുന്നുണ്ടായിരുന്നു, വെബ് ന്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, വാർത്തകൾ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ മുതൽ ഇവർ പ്ലേറ്റ് മറിച്ചു. ഇവർ പറയുന്നത് യൂട്യൂബർമാർ, എനിക്ക് തോന്നുന്നു രേഖ രതീഷ് ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്, അതിൽ പറയുന്നത് യൂട്യൂബർമാർ എനിക്കെതിരെ അപകീർത്തികരമായ വീഡിയോസ് ചെയ്യുന്നു, അതിൽ വിഷമമുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുകയാണെന്നാണ്. അപ്പോൾ ഈ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ആദ്യം ഇറക്കിയ കാർഡുകളും ന്യൂസുകളും നൈസായിട്ട് മുക്കിയിട്ട് ഇപ്പോൾ ഈ ന്യൂസിന്റെ പുറകെയാണ് യൂട്യൂബർമാരെ പിടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ പ്ലേറ്റ് മറി എന്തുകൊണ്ടായിരിക്കും? ഈ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരും ഓരോ മുഖ്യധാര മാധ്യമങ്ങളിൽ തന്നെ സീരിയൽസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു പേര് പറയാനായിട്ട് എപ്പോഴും പേടിയായിരിക്കും. പേടിയെന്ന് വെച്ചാൽ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ടാവും. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ചെയ്താലും ഒക്കെ യൂട്യൂബർമാർക്കെതിരെയാണ് പറയുന്നതും ചെയ്യുന്നത്. നല്ലത് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ. മാത്രല്ല ചില തമ്പുകളും എന്താ പറയാ ടൈറ്റിൽസും ഒക്കെ നമുക്ക് പോലും, നമ്മളും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, യൂട്യൂബ് ചാനൽസിന് തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ചില തമ്പുകളും ക്യാപ്ഷനും ഒക്കെ കാണുമ്പോൾ നമുക്കും അരോചകമായിട്ട് തോന്നാറുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവരുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് 5 കെട്ടിയാലോ 6 കെട്ടിയാലോ 10 കെട്ടിയാലും നമുക്കങ്ങനെ ഒരു ഇതാക്കേണ്ട ആവശ്യമില്ല, ഒരു ബുദ്ധിമുട്ട് തോന്നേണ്ട ആവശ്യമില്ല. അത് അവരുടെ ജീവിതമാണ്. ഈ പറയുന്ന ആൾക്കാർ, ഈ തമ്പിടുന്ന ആൾക്കാരും ടൈറ്റിൽസ് ഇടുന്ന ആൾക്കാരും തന്നെ എന്തൊക്കെ ലൈഫിൽ കാണിക്കുന്ന ആൾക്കാരാ. ഇവരൊന്നും സെലിബ്രിറ്റീസ് അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ വാർത്തകളാവാത്തത്. ആ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടപ്പോഴും ഞെട്ടി. ഇപ്പൊ ഈ മുഖ്യധാര ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരും യൂട്യൂബർമാരും തമ്മിൽ എന്താണ് വ്യത്യാസം? അവരും യൂട്യൂബിൽ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു സാറ്റലൈറ്റ് ചാനൽ ഉണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സീരിയൽസ് കണ്ടു നോക്കൂ. ഇപ്പൊ ഈ യൂട്യൂബർമാരെ കുറ്റം പറയുന്നു, ഈ സീരിയൽസ് കണ്ടു നോക്കൂ. സീരിയൽസിന്റെ ഹൈലൈറ്റ്സ് കാണുമ്പോ തന്നെ നമുക്ക് അതിനകത്ത് ഭയങ്കര അരോചകമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ അതായത് നമ്മുടെ ഇമോഷൻസ് വെച്ചിട്ടാണ്, നമ്മുടെ ഫീലിങ്സ് വെച്ചിട്ടാണ് അതിനകത്ത് അവര് മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഭയങ്കരമായിട്ട് ഒരു പാവം പിടിച്ചൊരു പെണ്ണിനെ നമ്മൾ അവതരിപ്പിക്കുന്നു. അതിനകത്ത് ആ ഒരു അമ്മായിയമ്മയോ അല്ലെങ്കിൽ ഏതെങ്കിലും നാത്തൂനോ ഒക്കെ വന്നിട്ട് ആ കണ്ടിന്യൂസ്ലി ഇങ്ങനെ അവരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു ഇമോഷൻ നമുക്ക് ഇറിറ്റേഷൻ വരും. ആരോട്? ഈ പറഞ്ഞ അമ്മയമ്മയോടോ അല്ലെങ്കിൽ ആ നാത്തൂന്റെ അടുത്തോ നമുക്ക് ഇറിറ്റേഷൻ വരും. പിന്നെ നമ്മൾ ആ പെണ്ണിന്റെ സൈഡിൽ നിന്ന് കാണുമോ, ഈ പാവം അവളെങ്ങനെയൊക്കെ ഈ സാധനമാണ് അവര് വിറ്റ് കാശാക്കുന്നത്. അതെ, ഒരു കാലത്ത് നമുക്ക് ദേശായി കുടുംബത്തോടൊക്കെ എന്തൊക്കെ ദേഷ്യമായിരുന്നു. എനിക്കിപ്പോഴും മായാവതി പക്ഷെ മായാവതി അമ്മയുടെ നമ്മള് വിഷയത്തിൽ ഇത് പറഞ്ഞിട്ട് പോവാം. മായാവതിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്. എന്താ മോളെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? സജീവമാണ് ആ അക്കൗണ്ട്. അതെ, അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ രേഖ രതീഷിന്റെ 5ാം വിവാഹമാണ് ഈ നടനുമായി. 5ാമത്തെ വിവാഹം ആരുമായിട്ടാണ് എന്ന് ചോദിക്കുമ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഫാക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ആൾക്കാർക്കും ഉണ്ട്. തീർച്ചയായും അത് തന്നെയാണ് ഈ വിറ്റ് പണമാക്കുന്നത്, യൂട്യൂബർമാരായിക്കോട്ടെ മുഖ്യധാര മാധ്യമങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന രേഖ രതീഷ് ആദ്യമായി കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇവർ തന്നെയാണ് ആദ്യം വന്ന് ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്നുകൊണ്ട് പറയുന്നത്. അത് അവരുടെ പേഴ്സണൽ ലൈഫാണ്, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം, അവർക്ക് കല്യാണം കഴിക്കാം, കഴിക്കാതിരിക്കാം, പ്രണയത്തിലൂടെ പോകാം, എങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ അത് മാധ്യമങ്ങളിൽ വാർത്തയാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇതിന് സെലിബ്രിറ്റി വാല്യൂ ആണ് ആ വ്യക്തിയുടെ. അതുപോലെ തന്നെ ഇതിനു മുൻപ് ഇപ്പോൾ അവർ ട്രോളുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കഥയില്ലത് ജീവിതം എന്ന് പറയുന്നത് ഇവർ പണ്ട് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നും ജനങ്ങളുടെ മനസ്സിൽ അവർക്ക് ആ ഒരു ഇമേജ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കഥയില്ലത് ജീവിതത്തിന്റെ ഒരു എപ്പിസോഡ് അന്വേഷിച്ചു, ഞാൻ കുറേ അന്വേഷിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അതിലെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചെറിയ ക്ലിപ്പുകളും അല്ലെങ്കിൽ കമന്റുകളും അങ്ങനെയുള്ള കാര്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവുമായാണ് ഇവർ 2ാം വിവാഹം കഴിച്ചത്. അപ്പോൾ ഈ കഥയിലത് ജീവിതം എന്ന് പറയുന്ന പരിപാടിയിൽ ഇവരും ഇവരുടെ 2ാം ഭർത്താവിന്റെ ആദ്യ ഭാര്യയും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭർത്താവിന്റെ കൈ പിടിച്ച് ഇവനെ എനിക്ക് വേണം, ഇത് ഞാൻ എടുക്കുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ആ ഇരുന്ന ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ്, അവരെത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകാം. ആ പുരുഷനിലുള്ള കുട്ടിയെയാണല്ലോ നീ ഇപ്പോഴും 3ഉം 4ഉം 5ഉം വിവാഹം കഴിക്കുമ്പോഴും കൂടെ വളർത്താൻ ശ്രമിക്കുന്നത്. സിംഗിൾ മദർ ആണെന്ന് പറയുമ്പോൾ ഇപ്പോൾ അവൻ ആദ്യ
ഭാര്യയെ തേച്ചതുപോലെ അല്ലെങ്കിൽ ആദ്യ ഭാര്യയെ കളഞ്ഞതുപോലെ തന്നെ നിന്നെയും കളഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനകത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാളുടെ ഭർത്താവിനെ വശീകരിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. പിന്നെ ഈ യൂട്യൂബർമാരുടെ കാര്യം പറഞ്ഞത്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സെലിബ്രിറ്റീസിന് പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിലേക്ക് യൂട്യൂബർമാർ മാറിയിട്ടുണ്ട്. അത് നമ്മളെപ്പോലെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാനലുകളല്ല, മറിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങൾ അവരുടെ ക്യാമറയും മൈക്കും പിടിച്ചുകൊണ്ട് ഇവരുടെ പിന്നാലെ പോകുന്ന ഒരു സാഹചര്യം. പക്ഷികളെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ, അങ്ങനെ അവരെയും ഉദ്ദേശിക്കാം. നിറമുള്ള പക്ഷികൾ അങ്ങനെ കുറച്ചധികം യൂട്യൂബർമാരുണ്ട്. അപ്പൊ ഈ പറയുന്ന രേഖയായിക്കോട്ടെ, രേഖയെന്നല്ല, ഒരു ചെറിയ ഏതെങ്കിലും രീതിയിൽ ഫേമസ് ആയ ആരെങ്കിലും പുറത്തിറങ്ങുമ്പോൾ തന്നെ മൈക്കും ക്യാമറയും പിടിച്ചുകൊണ്ട് അവരെങ്ങനെ അറിയുന്നതെന്നറിയില്ല, ഇത്രയും അപ്ഡേഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ പുറകെ പോകുന്ന ഒരു സാഹചര്യം. ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞോട്ടെ. ഇപ്പം ഇവരുടെ കാര്യം പറഞ്ഞില്ല, ഇവരെങ്ങനെ അറിയുന്നു എന്നത് അത് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും അത് പക്ഷേ ഇതിനകത്ത് രണ്ട് വശമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവരിവിടെ വരുന്നുണ്ട് എന്ന് അവരുടെ പ്രമോഷനായിട്ട് വേണ്ടി തന്നെ ഇവര് വിളിച്ച് പറഞ്ഞിട്ട് അവര് വരുന്ന സാഹചര്യമുണ്ട്. ഇതിനകത്ത് അവരെ വിക്ടിമാക്കരുത്. അതായത് ഈ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പക്ഷി കൂട്ടങ്ങളെ മീൻസ് അവരെ വിക്ടിമാക്കരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഇവര് ഇട്ട് കൊടുക്കുന്നു എന്ന് ഹർഷ പറഞ്ഞില്ലേ, അതായത് ഇവര് ഇങ്ങനത്തെ കാര്യമാണ് എന്നുള്ളത് അവർ ഇട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് കണ്ടിന്യൂസ്ലി ഇടുന്ന ആൾക്കാരാണ്, നമ്മൾ എല്ലാ അപ്ഡേഷൻസും കൊടുക്കുന്ന ആൾക്കാരാണ്. ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വർക്കിന്റെ ഓരോ അപ്ഡേഷൻസ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ഓഫ്കോഴ്സ് ഇപ്പൊ ഞാനിപ്പോ സിംഗിൾ ആയിട്ട് ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അപ്പോ ഞാൻ ഓഫ്കോഴ്സ് എനിക്കൊരു പാർട്ട്ണർ നാളെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അയാളുടെ പിക്ചർ ഇടണം എന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ഞാനൊരു 5-6 കല്യാണം കഴിച്ചതാണ് നേരത്തെ എന്ന് വിചാരിക്കാം. അഫ്കോഴ്സ് എനിക്കൊരു 6ാമത്തെ ഒരാൾ വന്നു കഴിയുമ്പോൾ എനിക്ക് അയാളുടെ പിക്ചർ ഇടണം എന്നുണ്ടെങ്കിൽ, ഇത് സോഷ്യൽ മീഡിയയുടെ അഡിക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അതുമായിട്ട് അവർ യൂസ്ഡ് ആണ്. അപ്പൊ 6ാമത്തെ ആളുടെ അപ്പൊ ഓഫ്കോഴ്സ് അതിന്റെ അടിയിൽ വരും കമന്റ്സ്, തീർച്ചയായിട്ടും വരും. ആരാ എന്താ ഇപ്പൊ അടുത്ത ആളായിരിക്കും, ഇതൊക്കെ ആയിരിക്കും കോമൺ ആയിട്ട് വരുന്ന കമന്റ്സ്. അപ്പൊ അതിനെതിരെ അല്ലെങ്കിൽ അതിനെതിരെ എന്നല്ല, ഇതിനൊരു ക്ലാരിഫിക്കേഷൻ അപ്പൊ കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഓക്കെ ഞാൻ ഇങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ പോവുകയാണ്, അവരൊരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന ആളുടെ ഒപ്പം പോയി താമസിക്കാൻ പോവാണ് കേട്ടോ, നിങ്ങളുടെ അനുഗ്രഹം വേണമെന്നല്ല അവര് പറഞ്ഞത്, ഞാൻ മാന്യമായിട്ടൊരു വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള രീതി. മറ്റേത് മാന്യത കുറവാണെന്നും അല്ല ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ അതാണല്ലോ കുറച്ചുകൂടി ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് പറയുന്നത് വിവാഹമാണ്. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോവുകയാണെന്ന് പറയുന്നതിനോട് എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം ഇവരിട്ട് കൊടുക്കുന്നത് ഇത് രണ്ടുപേരെ കുറ്റം പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത്. അവരിട്ട് കൊടുക്കുന്നു, എലി അതിൽ കൂടെ പോകുന്നു, പാമ്പ് പിടിച്ചിരുന്നു, പാമ്പിന് എലിനെയാണ് ഇഷ്ടം, അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് പ്രകൃതിയുടെ ഒരു ഇതാണ്, അത് ആ ഒരു രീതിയിലേ വരും. പക്ഷെ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. സൈബർ ബുള്ളിങ്ങിന്റെ അങ്ങേയറ്റം ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്കത്. വീട്ടിലിരിക്കാം, നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ സീരിയസ്ലി നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഒരു 5 മിനിറ്റ് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ? വേഗം ഇരിക്കാൻ പറ്റുമോ? ചെറിയൊരു പ്രശ്നമാണെങ്കിൽ ഒരു വലിയ സമൂഹം നമുക്കെതിരെ നിന്ന് സംസാരിക്കുകയാണെന്നൊരു തോട്ട് വരുമ്പോൾ ആൾക്കാര് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ സമാധാനത്തോടു കൂടി ഇന്ന് ഫുഡ് കഴിക്കും? ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറഞ്ഞോട്ടെ, ഞാൻ ഈ പുള്ളിക്കാരിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി ബന്ധങ്ങളൊന്നുമില്ല, പക്ഷെ ഇന്റർവ്യൂവിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടത്തെ അല്ല വേറൊരു ചാനൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ഞാനിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്റെ അടുത്ത് പറഞ്ഞു ഇന്റർവ്യൂ നമുക്ക് പിന്നെ എടുക്കാൻ മോളെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട്. ഞാൻ ചേച്ചി നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് വിവാദം കാര്യങ്ങളൊന്നും ആക്കില്ല, ചേച്ചി നേരത്തെ കാര്യങ്ങളൊന്നും പറയണ്ട, ഈ നേരത്തെ എപ്പിസോഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും അതിനെ കുറിച്ചൊന്നും പറയില്ല ചേച്ചി എന്ന് പറഞ്ഞു. പക്ഷെ അതല്ല മോളെ, എന്റെ മോൻ ഇപ്പൊ 10ാം ക്ലാസ്സിലോ അങ്ങനെ എന്തോ ആണ് പഠിക്കുന്നത്, അന്ന് പറഞ്ഞത് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല, ഇന്നൊരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം മോന്റെ ഫ്രണ്ട്സും അവരുടെ അമ്മമാരും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്കസ് ചെയ്യും, അത് അവന് ഭയങ്കര ഇഷ്യൂ ആവുന്നുണ്ട്. അപ്പൊ അവന് ഇനി തുടർന്ന് പോവേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ കാരണം കൊണ്ട് അവനൊരു ബുദ്ധിമുട്ട് വരരുത്, അതുകൊണ്ടാണ് കുറച്ച് നാൾ. കാരണം എന്താന്ന് വെച്ചാൽ യൂട്യൂബർമാർ ഇത് തന്നെ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബ്സിൽ ഇന്റർവ്യൂസ് ഇടുമ്പോൾ ഇവരുടെ ഇന്റർവ്യൂസ് ഇടുമ്പോൾ അത് കാണാനുള്ള വ്യഗ്രത ആളുകളിൽ കൂട്ടാൻ വേണ്ടി ഇവര് നെഗറ്റീവ് ക്യാപ്ഷൻസും നെഗറ്റീവ് തമ്പും ഇടും. ചിലപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ആയിട്ടുള്ളതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്, തുറന്നു കാണാനുള്ള ക്ഷമ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. നോക്കുമ്പോ ക്യാപ്ഷൻ രേഖ രതീഷ് കാണിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവര് ഹോട്ട് ഒരു പിക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നില്ലേ അവരുടെ ലൈഫ്? തീർന്നതല്ല, അവര്
ആളുകൾ നോക്കുമ്പോ എന്താ ഈ കുട്ടിയുടെ അമ്മ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടോ, കൂടെയുള്ളവര് ജഡ്ജി ഒരു എനിക്ക് അവരുടെ അടുത്ത് തെറ്റൊന്നും തോന്നിയില്ല. അവരെന്തെങ്കിലും കാണിക്കട്ടെ, അതിന് ഇങ്ങനെ വിറ്റ് കാശാക്കരുത് എന്നുള്ളത് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ബാക്കിയുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഉണ്ട്. പുള്ളിക്കാരി രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അവരുടെ കമന്റ് സെക്ഷനുകൾ നോക്കുകയാണെങ്കിൽ ചേച്ചി ചേച്ചി മോളെ മോളെ എന്ന് വിളിക്കുന്ന ആൾക്കാരാണ്. ഇവർക്കെല്ലാം ഇതൊരു ഫാമിലി ഫീലിംഗ് ആണ്. ഈ കുട്ടി വീട്ടിലെ ഒരാളാണെന്നുള്ള ഫീലിംഗ് ആണ്. അപ്പൊ ഇവരുടെ കുടുംബത്തിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായാൽ ആൾക്കാർ വന്ന് ചോദിക്കും. ഇത് തന്നെയാണ് എല്ലാ സെലിബ്രിറ്റീസിന്റെയും കമന്റ് ബോക്സുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ത് മോളെ കയ്യിൽ എന്തോ പറ്റി എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ കാണാറുണ്ട്. അപ്പൊ സുജിന്റെ മല്ലു ഫാമിലി ബ്രേക്കപ്പ് ആയതിന്റെ കാരണങ്ങൾ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഇത് ഈ ആൾക്കാർക്ക് എന്റെ കുടുംബത്തിൽ എന്തോ സംഭവിച്ചതുപോലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെ പോയി ചോദിക്കും. ഓക്കെ, നിങ്ങൾ ചോദിച്ചോളൂ, അവർക്ക് പറയാൻ ഉത്തരമുണ്ടെങ്കിൽ അവർ പറയുമായിരിക്കും. പക്ഷെ അതിൽ നിന്ന് എന്തുകൊണ്ടത് ചെയ്തു, എന്തിന്, നിങ്ങൾ എന്തിനാ അത് ചെയ്യാൻ പോയത്? ഇപ്പോ രേഖ രതീഷ് എന്തിനാണ് അഞ്ചാമതൊരു വിവാഹം, ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്താണ് പ്രശ്നമാവുന്നത്. ഇപ്പൊ എന്റെ സ്വാതന്ത്ര്യം തീരുന്നത് എന്റെ മൂക്കിന്റെ അറ്റത്താണ്, അതിനുശേഷം ബാക്കിയുള്ളവരുടെ ജീവിതമാണ്. അവിടെ പോയി എന്തിനാ അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. ബേസിക്കലി അതാണ് പ്രശ്നം. ഇപ്പൊ രേഖ പിന്നെ ക്രിറ്റിസിസം ഉറപ്പാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോ നമ്മൾ ഒരു വ്യൂവിൽ കണ്ടിട്ടായിരിക്കും നമ്മൾ അത് ഇടുന്നത്. പക്ഷെ താഴെ വന്ന് ഇന്ന ആൾക്കാർ ഇന്ന കമന്റേ പറയാവുള്ളൂ എന്നുള്ളത് നമുക്ക് പിടിക്കാൻ പറ്റില്ല. അതെ, നമ്മളിവിടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളെ പറയാതെ യൂട്യൂബർമാരെ. അതെ, അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം. തുടങ്ങിയത് തന്നെ നമ്മൾ അതിലായിരുന്നു, എന്തുകൊണ്ട് യൂട്യൂബർമാരെ മാത്രം ഉൾപ്പെടുത്തുന്നു എന്നുള്ളത്. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു കാർഡുകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഞാനും മേഘയും തന്നെ ചില മാധ്യമങ്ങളിൽ നമ്മൾ കണ്ട കാർഡുകളാണ് നമ്മുടെ കയ്യിൽ. ആ കാർഡ് നമ്മുടെ കയ്യിലുണ്ട്. ആ വീഡിയോയുടെ ഇൻട്രോയിൽ തന്നെ അങ്ങനെയാണ് പറയുന്നത്, മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പോലും എന്തുകൊണ്ടാണ് ഈ അഞ്ചാം വിവാഹം എന്ന് പറയുന്നത് ഒരു ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ മാധ്യമങ്ങളിൽ കയറി നോക്കിയപ്പോൾ നമ്മൾ ആ കാർഡ് കാണുന്നില്ല. അപ്പോൾ രേഖാ രതീഷ് എന്തുകൊണ്ടത് ചെയ്തു, അല്ലെങ്കിൽ രേഖാ രതീഷ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത് കൊണ്ടല്ലേ എന്നല്ല, ആ കാർഡിന്റെ ആയുസ് എന്ന് പറയുന്നത് കുറച്ചുനാൾ മുൻപേ തന്നെ ആയിരുന്നു. അതായത് 9 മാസങ്ങൾക്കോ 10 മാസങ്ങൾക്കോ മുൻപ് രേഖ പറഞ്ഞിരുന്ന കാര്യമാണ് ഇപ്പോഴും അവർ പുതിയൊരു കണ്ടന്റിന് വേണ്ടിയിട്ടതും നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ഓൺലൈൻ മാധ്യമങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ മാധ്യമങ്ങളൊക്കെ അത് ഏറ്റുപിടിച്ചിരുന്നു. അതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്തു. ഇതിന് പ്രതികരണവുമായി രേഖ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ കാർഡുകൾ അവർ പ്രൈവറ്റ് ആക്കിയിട്ടിട്ടുണ്ട്. അവർക്ക് പുതിയൊരു കണ്ടന്റായി അതിന് കൃത്യമായി രേഖ വീണ് കൊടുത്തു എന്ന് വേണം പറയാനായിട്ട്. ഇവരുടെയൊക്കെ ഒരു ടെൻഡൻസി ഉണ്ട്. ഈ ഓൺലൈൻ മാധ്യമങ്ങൾ, സാറ്റലൈറ്റ് ഇല്ലാത്ത ചാനലുകൾ എന്തോ തേർഡ് റേറ്റ് വർക്കാണ് ചെയ്യുന്നത്, യെല്ലോ ജേർണലിസം ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് എല്ലാം പെടും. യൂട്യൂബ് ചാനൽസ് എല്ലാം അങ്ങനെയാണ്, മഞ്ഞ ടൈപ്പാണ് എന്നുള്ളത്. അതെ, ഇപ്പൊ നമ്മള് ഒരു ഓൺലൈൻ ചാനലിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് അയ്യോ മെയിൻ സ്ട്രീമിലൊന്നും കിട്ടിയില്ല ചോദിക്കുന്നവരുണ്ടല്ലോ. ഞങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ ചെയ്യുന്നതും ഒരേ ജോലി തന്നെ. മെയിൻ സ്ട്രീമിൽ നിന്ന് വന്ന ഒരാളാണ്. അവിടെയും ഇവിടെയും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ന്യൂസ് സെയിം ആണ്, നമുക്കുണ്ടാവുന്ന എത്തിക്സ് സെയിം ആണ്, നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ സെയിം ആണ്. നമ്മള് ഇതുപോലെ തന്നെ നമുക്ക് രാഷ്ട്രീയ നേതാക്കളുടെ ഇന്റർവ്യൂസ് കിട്ടുന്നില്ല. അവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയുള്ളത് കൊണ്ട് കൂടുതൽ ഓൺലൈൻ മാധ്യമങ്ങൾക്കാണ് രാഷ്ട്രീയ നേതാക്കന്മാരും അതല്ലാതെയുള്ളവർക്ക് ഇന്റർവ്യൂസ് കൊടുക്കുന്നത്. നമ്മള് മെയിൻ സ്ട്രീമിൽ വളരെ ചുരുക്കം കാണുന്ന ഇന്റർവ്യൂസിനേക്കാൾ കൂടുതൽ ഓൺലൈൻ എന്ന് വെച്ചാൽ എല്ലാവരും മഞ്ഞയല്ല എന്നല്ല പറയുന്നത്, മഞ്ഞായിട്ടുള്ള മാധ്യമങ്ങൾ ഉണ്ട് ഇതിനിടയ്ക്ക്. എല്ലായിടത്തും ഉള്ള പോലെ ചില പുഴുക്കുത്തുകൾ എന്ന് പറയേണ്ടി വരും. ചില മാധ്യമങ്ങൾ ഇങ്ങനെ ഇത്തരത്തിൽ കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കരുത്. ഇപ്പോൾ രേഖ പറയുന്ന യൂട്യൂബർമാരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും യൂട്യൂബിൽ പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു കണ്ണിൽ കാണുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അനുഭവം വന്നിട്ടാണ്. അതായത് അവർക്ക് നേരത്തെ ഇതുപോലത്തെ അനുഭവങ്ങളുണ്ട്. അതായത് മേ ബി അവര് എന്റെ അടുത്ത് സംസാരിച്ചാൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതിന് മുൻപ് അവർ ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടാവാം. ഇന്റർവ്യൂസ് കൊടുത്തപ്പോ അതിനകത്ത് എന്തോ ഒരു നെഗറ്റീവ് സാധനം ഇവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പിന്നെ ഇപ്പം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന പോലെയാണ് അവർക്ക്. അതല്ല ഇപ്പൊ ഇന്റർവ്യൂസിന്റെ കട്ടിങ്സ് ഏറ്റവും ഭയക്കേണ്ടത് അതാ. അതായത് നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ, ഫുൾ ഇന്റർവ്യൂ, അതിന്റെ ഒരു 3 സെക്കൻഡോ 4 സെക്കൻഡോ അല്ലെങ്കിൽ 10 സെക്കൻഡോ ഒക്കെ ഇട്ടിട്ട് ഒരു റീൽ അങ്ങ് വിടും. ഇത് ഇവരായിരിക്കില്ല വിടുന്നത്, റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഹിറ്റ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ എടുത്തിട്ട് ഇവർ ഇത് റിയാക്ട് ചെയ്യുമ്പം ഇവരുടെ കാഴ്ചപ്പാടാണോ അതിനകത്ത് കൂടി വ്യത്യാസം. എല്ലാവരും പല പല എന്താ പറയാ വീടുകളിൽ നിന്ന് വളർന്നിട്ടുള്ള ആൾക്കാരാണ്, പല പല ചിന്താഗതിയിലുള്ള ആൾക്കാരാണ്. ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല മേഘ ചിന്തിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്ന പോലെ അല്ല ഹർഷൻ ചിന്തിക്കുന്നത്. അപ്പം അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇവരെ ക്രിറ്റിസിസം ചെയ്യാണ്. എന്ന് വെച്ചാൽ ക്രിറ്റിസിസം ചെയ്യണ്ടെന്നല്ല,
എന്തായാലും സെലിബ്രിറ്റി ആകുമ്പോഴത്തേനും ഇവരെന്തായാലും ക്രിറ്റിസിസം ചെയ്യപ്പെടും, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കാണിക്കുമ്പോഴേക്കും ഇവർക്ക് വരുന്ന ബുദ്ധിമുട്ടും കൂടി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതെ, ഒരാളുടെ ഇപ്പോ രേഖ രതീഷൊക്കെ പറയുന്നത് 9 മാസമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ വളർത്താൻ പറ്റുന്നില്ല എന്നൊക്കെ അവർ വേദനയോടെ പറയുന്നുണ്ട്. ഒരാളുടെ ജീവിതം എടുക്കാൻ നമ്മൾ കാരണമാകുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ക്രിറ്റിസിസം ഇസ് ഫൈൻ, പക്ഷെ അധിക്ഷേപിക്കുന്നത് ഇസ് നോട്ട് ഫൈൻ. അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്.